നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി ഇന്നലത്തെ വീഡിയോ കേട്ടോ. ഈസ്റ്റർ ദിവസമായ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ വാങ്ങാനായിട്ട് വന്നു. ഇന്നലെ നമ്മൾ മൂവിക്കൊക്കെ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നിന്നതാണ്. അപ്പോഴാണ് സച്ചിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട്, അങ്കിളും ആൻറ്റിയൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങ് വീട്ടിലേക്ക് വന്നേ. അതുകൊണ്ട് ചിക്കനൊന്നും വാങ്ങില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അമ്മയുടെ ഫുൾ ബാലൻസ് അമ്മയുടെയും ചീമയുടെയും പോയി കിടക്കുക കേട്ടോ. ഉറങ്ങിയിട്ടേ ഇല്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയി ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം, ഞാൻ വയ്ക്കാമെന്ന് കരുതിയാണ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അമ്മ ഉറങ്ങും. ഇന്നലെ ഞാൻ റെസിപ്പി പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു ബിരിയാണി ഉണ്ട്, നമുക്കത് വയ്ക്കാം, ഇറച്ചി ചോറന്നോ ബിരിയാണിയെന്നോ എന്തെങ്കിലും ഒരു പേരിടാ സാധനത്തിന് എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു ഞാനത് പെട്ടെന്ന് വയ്ക്കാം, അതാകുമ്പോൾ ഒറ്റക്കറി വേറെ ഒന്നും വയ്ക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ വയ്ക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബ്രോയിലർ ചിക്കനും വാങ്ങി, ഒരു നാടൻ കോഴിയും വാങ്ങി. എനിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ നാടൻ കോഴി, വീട്ടിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടായിരുന്നേ. അപ്പോൾ ആ ഗോതമ്പ് പുട്ടും നാടൻ കോഴി കറിയും കൂട്ടി കഴിക്കാൻ ഒരു കൊതിയായിട്ടൊരു നാടൻ കോഴിയും വാങ്ങി. അച്ഛൻ പറഞ്ഞു ബ്രോയിലർ ചിക്കൻ ബ്രോയിലർ കഴിക്കും, ബ്രോയിലർ വാങ്ങാൻ പറഞ്ഞു. ഞാൻ ബ്രോയിലർ വാങ്ങിയേ. അപ്പോഴാണ് അമ്മ ഇതിന് ബിരിയാണി വെക്കാൻ എഴുതിയത്. അപ്പോൾ അമ്മ ചോദിച്ചു ബ്രോയിലറിൽ വെക്കണോ നാടനിൽ വെക്കണോ? ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നാടനിൽ ഒന്ന് ബിരിയാണി വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ചിക്കൻ വെക്കുന്ന പരിപാടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വരുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം കുഞ്ഞി ഒട്ടും രാത്രി ഉറങ്ങുന്നില്ല, ചീമയും അമ്മയും നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഉറക്കമില്ലാതെ. നമുക്ക് ഒരു ദിവസം, നമ്മുടെ 2 ദിവസം കണ്ടിന്യൂസ് നമ്മുടെ ഉറക്കം പോയാൽ നമ്മുടെ ഫുൾ താളം തെറ്റും. അമ്മയ്ക്കാണെങ്കിൽ BP ഒക്കെ ഉള്ളതാണ്, എങ്കിലും അമ്മ ഒരു വിഷമവും പരാതിയും പറയാറില്ല കേട്ടോ. പക്ഷെ അമ്മ നടക്കുന്നതും നിൽക്കുന്നതൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും കിളി പോയി നടക്കുകയാണെന്ന്. പാവാമ്മ ഉറങ്ങി പോവല്ലേ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, 3 മാസം 6 മാസം 1 വയസ്സ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെയാണ് അമ്മ പറയുന്നത് കേട്ടോ. ചീമയും ഉറക്കത്തിൻ്റെ ഒരു ഇത് നന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷേ വേദയുടെ ഇത് വെച്ച് നോക്കിയാൽ വേദ രാത്രി നല്ല ഉറക്കം ഉണ്ടായിരുന്നു. വേറെ കുഴപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേദയെ കൊണ്ട്. കുഞ്ഞിയും വേറെ കുഴപ്പം വാശിക്കാരിയോ പിണക്കോ അങ്ങനെ ഒന്നുമില്ല, ആള് പാവമാണ്. പക്ഷെ രാത്രി ഉറക്കമില്ല, അത്രയേ ഉള്ളൂ ആളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. വേദ പക്ഷേ രാവിലെ ഉണർന്നിട്ട് രാത്രി ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല. പക്ഷേ ഇവിടെ ഈ ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാണ് പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷ കിട്ടുന്നുണ്ട്, ഈ ബൈസ്റ്റാൻഡേഴ്സിനൊന്നും കിട്ടുന്നില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു കൊളാബൊക്കെ നീ വാങ്ങിച്ചതാ, എന്തെങ്കിലുമൊക്കെ ഒരു റിലാക്സ് ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയതാന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ബിരിയാണി എല്ലാം വെച്ചിട്ട് പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൾ ഉറങ്ങുന്ന സമയം ഇവർക്ക് ഉറങ്ങാനും പറ്റില്ല, എവൾ ഉണരുന്ന സമയം ഇവർക്ക് ഉറങ്ങാനും പറ്റില്ല. അങ്ങനെ അമ്മയും ചീമയും പോയി കിടന്നിട്ട് അങ്ങോട്ടങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ എന്ത് കോലത്തിലിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ. നമ്മൾ മറ്റേ സ്റ്റീം ബാത്തിലിരുത്തേക്കും പോലെയാണ് വീടിനകത്ത് കയറിയാൽ. അങ്ങനെയാണ് മുടിയെല്ലാം വാരി വലിച്ചൊക്കെ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ അമ്മ ബിരിയാണി വെച്ചു. ബിരിയാണി എന്നാണോ ഇതിൻ്റെ പേര്, അമ്മ ഓയിലൊന്നും ഒഴിക്കാണ്ട് വെച്ചതാണ്. അപ്പം നാടൻ കോഴിയിലാണ് ഇന്ന് ബിരിയാണി വെച്ചത്. അപ്പം നാടൻ കോഴിയിൽ നല്ല ഫാറ്റ് ഉണ്ടായിരുന്നു, അത് അമ്മ ഇതിലേക്ക് ഇട്ടു. അല്ലാതെ ഓയിലോ ബട്ടറോ ഗീയോ ഒന്നും ഒഴിച്ചിട്ടില്ല. ആ റെസിപ്പിയിലും അവരൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ അമ്മയുടെ സമാധാനത്തിന് കോഴിയുടെ ഗീ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയതിന് അതിലേക്ക് ഇട്ടു കേട്ടോ. പക്ഷേ മക്കളെ സത്യം പറയാമല്ലോ, ഇനി ബ്രോയിലർ നാടൻ കോഴിയിൽ ഉണ്ടാക്കിയിട്ടാണോ അതോ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണോ എന്താണെന്നറിയില്ല. നാടൻ കോഴിയുടെ ഫാറ്റ് കൂടെ ഇതിലിട്ടിട്ടാണോ എന്താണെന്നറിയില്ല. എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയാം. ആ റൈസിന് ഒരു ആഡംബരം ഇല്ലാതെ വെച്ച വെറുതെ തട്ടിക്കൂട്ടി കുക്കറിൽ വെച്ച ഒരു ബിരിയാണി, പക്ഷെ ടേസ്റ്റ് വാവ് സൂപ്പർ. പിന്നെ നാടൻ കോഴിയിൽ വെച്ചത് കൊണ്ടാവാം ഒരു മട്ടൻ ബിരിയാണിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി ബ്രോയിലർ ചിക്കനിൽ വെച്ച് നോക്കണേ ഈ ഒരു ടേസ്റ്റ് കിട്ടുമെന്നുള്ളത്. എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരുന്നു. ഭയങ്കര ഈസി, ഭയങ്കര ടേസ്റ്റി കേട്ടോ. എനിക്ക് കല്യാണ ബിരിയാണി നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുമ്പോൾ എപ്പോഴും കഴിക്കുന്ന ദം ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ആ ചുള്ളിമാനൂർ സൈഡിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ കിട്ടുന്ന ആ ബിരിയാണി, ഇത് കഴിക്കാൻ ഞാൻ ഒരുപാട് നാളായിട്ട് കൊതിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബിരിയാണി ഇതിനുണ്ടായിരുന്നു. ചൂടോടെ കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. തണുത്തപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കുറച്ച്, ബിരിയാണി റൈസ് ഒന്ന് ഡ്രൈ ആവില്ലേ, ആ ഒരു ഫീലായിരുന്നേ. ചൂടോടെ കഴിച്ചപ്പോൾ എന്തോ ടേസ്റ്റായിരുന്നു, സത്യൻ്റെ വായ കൂടെ വെള്ളം വരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് 4 വഴിക്ക് കിടപ്പായി. അമ്മ ഒരു സൈഡിൽ ചരിഞ്ഞു, ഞാനൊരു സൈഡിൽ ചരിഞ്ഞു. എൻ്റെ സീറ്റ് സെറ്റിയിലായിരുന്നു. അവിടെ സച്ചിനും ചീമയിരിക്കുന്നുണ്ട്, ഞാൻ പിന്നെ തറയിലേക്കായി. അച്ഛൻ പിന്നെ ഇവിടെയാണ് അച്ഛൻ്റെ സ്ഥിരം ലൊക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കിടന്ന് ഒന്നുറങ്ങി വന്നപ്പോഴേക്കും അമ്മയുടെ ഫോണിലൊരു കോൾ, പിന്നെ എല്ലാവരും ചാടി എണീറ്റ് കേട്ടോ. ആ ഉറക്കമൊക്കെ പോയി. എന്നിട്ടൊരു 4 മണി വെയിലൊക്കെ ഒന്ന് മാറിയ ശേഷം ഞാനും വേദയും കൂടി അങ്ങ് തിരുമല വീട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ
അവിടെ ചെയ്ത് തീർക്കാനുണ്ട്. ഒരു ലോഡ് കൊറിയേഴ്സ് വന്ന് കിടപ്പുണ്ട് അയക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ കരുതി എഴുതുന്നതിനെ കാട്ടി പ്രിൻ്റ് എടുക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഇന്നലെ സൺഡേ അല്ലേ, ഒരു കടകളും തുറന്നിട്ടില്ല. അപ്പോൾ തുറന്നിട്ടുള്ള കടയിൽ കയറിയപ്പോൾ അവിടെ എടുക്കില്ല, അവിടെ വേറെ എന്തോ ബിസിയാണ് കേട്ടോ. പിന്നെ വന്ന പാടെ രാവിലെ തന്നെ കൊറിയർ എടുക്കാൻ DTDC ആൾ വരും. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ പോയി പ്രിൻ്റ് എടുക്കലൊന്നും നടക്കില്ല. പിന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഞാൻ തന്നെ പിന്നെ എഴുതാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഒരു പ്രിൻ്റർ വാങ്ങണമെന്ന് എന്നും കരുതും വേറെ എന്തെങ്കിലും തിരക്കായിട്ട് പോകും, പിന്നെ അത് മറക്കും. വീണ്ടും എഴുതാൻ വരുമ്പോൾ പ്രിൻ്റർ വാങ്ങണം, എഴുതി കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് പോകും, പിന്നെ മറന്നു. ഇപ്പോഴും ഇന്നലെയും പ്രിൻ്റർ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നിട്ട് ഞാൻ മറന്നു പോയിട്ടോ. അത് ഇപ്പോഴാണ് വീണ്ടും ഓർമ്മിച്ചത്. അങ്ങനെ കുറേ കൊറിയേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വച്ച ശേഷം ഞാനൊന്ന് കിച്ചണിലേക്ക് കയറി. കുറേ ദിവസമായല്ലോ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഏട്ടനൊന്നും പുറത്തുനിന്നല്ലേ കഴിക്കുന്നത് വൈകുന്നേരമൊക്കെ. അപ്പോൾ ഞാൻ കരുതി സാമ്പാർ വയ്ക്കാം. അപ്പോൾ ഇതാകുമ്പോൾ 2 ദിവസം ഓടും സാമ്പാർ. അങ്ങനെ പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്ന്, ദോശമാവും വാങ്ങിച്ചിട്ട് വന്ന്, വൈകുന്നേരം ദോശയും സാമ്പാറും കൂടി ആക്കാമെന്ന് കരുതി അങ്ങനെ സാമ്പാർ വയ്ക്കാൻ പോവുകയാണ്. ഒരു 8 മണിയെങ്കിലും ആവും കേട്ടോ ഞാൻ സാമ്പാർ വയ്ക്കാനായിട്ട് കയറിയപ്പോഴേക്കും. സാമ്പാർ അടുപ്പത്ത് വച്ച ശേഷമാണ് ഞാൻ പിന്നെ കൊറിയേഴ്സ് എല്ലാം അഡ്രസ്സെല്ലാം എഴുതാൻ പോയത്. അപ്പോൾ പാവം ഞാൻ 2 അഡ്രസ്സ് എഴുതും, അത് തെറ്റാൻ പാടില്ലല്ലോ. ഫ്രം അഡ്രസ്സ് എനിക്ക് വേദ എഴുതി തന്നു. അത് ഞാൻ പ്രിൻ്റ് എടുക്കാൻ കയറിയപ്പോഴും വേദ ചോദിച്ചാൽ അമ്മ എഴുതിയാൽ പോരെ. ഞാൻ പറയും നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യവും കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ അവൾ തന്നെയാണ് ഫ്രം അഡ്രസ്സ് എഴുതി തന്നത് കേട്ടോ. ഇത് പാവം ഞാൻ എഴുതിയപ്പോൾ അവൾ എനിക്ക് ഫ്രം അഡ്രസ്സ് എല്ലാം എഴുതി തന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് വസ്ത്രയുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ ഒരു 2 പീസ് മെറ്റീരിയൽ, ചുരിദാർ മെറ്റീരിയൽ ഉണ്ടാവും, ഒരു 4 പീസ് സാരി. ഇത്രയൊക്കെയാണ് നമുക്കിനി വസ്ത്രയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ. എടുക്കുന്നു എന്ന് ചോദിച്ചാൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി കുറച്ച് തിരക്കായിരിക്കും. ഞാൻ എന്തായാലും ഈ വിഷു സീസൺ കഴിഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഇനി പതിയെ അടുത്ത ഓർഡേഴ്സ് എല്ലാം എടുക്കും. നമ്മുടെ വസ്ത്ര തുടങ്ങിയിട്ട് 1 വർഷം ആവാൻ പോകട്ടെ. കഴിഞ്ഞ ഓണത്തിനാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ സാമ്പാറൊക്കെ ഓൺ ദ വേ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറിൽ വെച്ചാണ് സാമ്പാർ വയ്ക്കുന്നത്. അതുകൊണ്ട് ഉള്ളി തോട് പൊളിക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ സാമ്പാറാവും കേട്ടോ. അതായാൽ ഏട്ടനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു രാത്രി കഴിക്കാനുണ്ടോയെന്ന്. അപ്പോൾ പറഞ്ഞു ആ കഴിക്കാൻ എന്താണ് അവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞു ദോശയും സാമ്പാറും. ഈസ്റ്ററായിട്ട് ദോശയും സാമ്പാറും ഒന്നും. ഞാൻ പറഞ്ഞു വേറെ വൈകുന്നേരം ഒന്നും ബീഫാണ് ആളിന് ഇഷ്ടമല്ലോ. അപ്പോൾ ചിക്കനൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലൊന്നും അങ്ങനെ ചിക്കനൊന്നും കഴിക്കില്ല. അപ്പോൾ ചിക്കൻ വേണ്ടല്ലോ, പിന്നെ ബീഫിന് ഞാൻ ഇനി ഇവിടെ പോകാനാണെന്ന് ഇങ്ങനെ ചോദിച്ചേ. അപ്പോൾ വേദയ്ക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ കൂടെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളത് ബ്രോയിലർ ചിക്കനും ഞാൻ വാങ്ങിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വേദക്കരുതിയാണ് ആ സാധനം ഇവിടെ വീട്ടിൽ വാങ്ങുന്നത് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും നാടൻ കോഴിയാണ് വാങ്ങിയിട്ടിരുന്നത്. ഇപ്പം ബ്രോയിലർ ചിക്കനെ വാങ്ങും, കാരണം വേദ നാടൻ കോഴി തൊടത്തില്ല. പക്ഷേ ഇന്ന് ബിരിയാണി കഴിച്ചു കേട്ടോ. ബിരിയാണിയിൽ അമ്മ നല്ല കുക്കറിലൊക്കെ ഇട്ട് നല്ല വേവിച്ച് സോഫ്റ്റാക്കിയൊക്കെ തന്നുകൊണ്ട് ഇന്ന് കഴിച്ചേ. അല്ലാതെ കറിയൊന്നും വെച്ചാൽ വേദ കഴിക്കില്ല. അതുകൊണ്ട് വേദക്കരുതിയാണ് ബ്രോയിലർ വാങ്ങിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞ് പാവം കൊച്ചിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് 2 ലെഗ് പീസിനെ പുരട്ടി തന്നു വിട്ടായിരുന്നേ. പിന്നെ വേദയുടെ ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ എടുത്ത് ഏട്ടന് പൊരിച്ചു. അതെടുത്ത് പൊരിക്കുന്നുണ്ടപ്പോഴേ വേദ തന്നെ കണ്ണുരുട്ടാൻ തുടങ്ങി. എൻ്റെ ലെഗ് പീസ് എടുത്ത് അച്ഛനെ പൊരിച്ചു കൊടുക്കണം, അച്ഛൻ്റെ കൂടെ വേറെ പോയി വാങ്ങി കഴിക്കാൻ പറഞ്ഞു തുടങ്ങി. വേദ എന്തും സഹിക്കും. അവളുടെ ചിക്കനിൽ മാത്രം ആരും തൊടാനും പാടില്ല, ചിക്കൻ ആരോട്ട് എടുക്കാനും പാടില്ല കേട്ടോ. അത് അവൾക്ക് മാത്രം സ്വന്തം. പിന്നെ പാവം അങ്ങനെ വാശി കരച്ചിലും അങ്ങനെയൊന്നുമില്ല, ചുമ്മാ അവളൊരു തമാശ പറഞ്ഞത് എൻ്റെ പീസ് എടുത്ത് അച്ഛന് കൊടുക്കണം, കള്ളന് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഒരു തമാശ രൂപത്തിൽ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടന് ചിക്കനും സാമ്പാറും ദോശയാണ്. ഏട്ടൻ എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ചിക്കൻ വാങ്ങിക്കട്ടെ, ചിക്കൻ ഫ്രൈ വാങ്ങിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അവൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്, നാളത്തേക്ക് ചിക്കൻ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തോന്ന് കഴിക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാളത്തേക്ക് ഇരിക്കുന്ന ചിക്കനിൽ നിന്ന് പൊരിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. ദോശമാവ് ഞാൻ വാങ്ങിച്ചു. അയ്യോ, ദോശമാവ് ഞാൻ ഒന്ന് കവറിൽ നിന്ന് പൊട്ടിച്ചതിൽ ഒഴിച്ചിട്ട് നോക്കിയപ്പോൾ പുളിച്ചിട്ടിരിക്കണം കേട്ടോ. കാരണം ഇപ്പോഴത്തെ ചൂടിൽ ദോശമാവൊക്കെ അരച്ച് വെച്ചാൽ മതി, അപ്പോഴേ അതങ്ങ് പുളിച്ചോളും. ഞാൻ പുളിപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പുളിപ്പ് കാരണം വായി തൊടാൻ വയ്യ കേട്ടോ. അത് മാവ് അരയ്ക്കുന്നവരുടെ കുഴപ്പമില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ കേട്ടോ. സത്യം വീട്ടിനകമൊക്കെ ഒരു പുഴുങ്ങുന്ന ഫീല്. അല്ലെങ്കിൽ 24 hours AC ഇട്ടിരിക്കണം, എനിക്ക് കുഴപ്പമില്ല. ഒരു സ്റ്റീം ബാത്ത് വീട്ടിനകത്ത് കയറിയാൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റീം ബാത്ത് അനുഭവിക്കാം. അതിപ്പോൾ ഇവിടെയല്ല, നെട്ടയത്തും അതെ, എല്ലാ വീടുകളിലും അവസ്ഥ പ്രാവശ്യം നമുക്ക് ഭയങ്കര ചൂട് കൂടുതലാട്ടോ. നമ്മൾ ഉദ്ദേശിക്കും പോലെയല്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. വെയിലും അതെ, വെയിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ്. ഞാനിപ്പോൾ ഒരു ആവശ്യങ്ങൾക്കും ഈ വെയിൽ സമയത്ത് 2 വീലറിൽ പോവാറില്ല. അത്ര കഠിനമായ വെയിലാണ്. ഒരു വർഷത്തെയും പോലെയല്ല ഇപ്രാവശ്യം, ഭയങ്കര കടുപ്പമാണ്. മറ്റതെല്ലാ വർഷവും ഈ വിഷു സമയമൊക്കെ ആകുമ്പോൾ ഒരു നല്ല മഴയൊക്കെ
നിന്നൊക്കെ കിട്ടുന്നതാട്ടോ. ഇതിപ്പോൾ മഴയുമില്ല, ഒന്നുമില്ല. വല്ലപ്പോഴോ വന്നൊരു മഴ പെയ്ത് കുറച്ചുകൂടെ ചൂട് കൂട്ടിയിട്ട് പോകുന്നല്ലാണ്ട് ഒരു കാര്യമായിട്ടൊരു 2 ദിവസം നിന്ന് മഴ പെയ്ത് അന്തരീക്ഷം തണുപ്പിക്കുക ഒരു പരിപാടിയും ഇല്ല കേട്ടോ. ഇനി ഒരു മാസം ഇനിയും കിടപ്പുണ്ട്. ഇപ്പം ജൂണിലൊക്കെ ഇപ്പം ഫുൾ തളം തെറ്റിയാണല്ലോ എല്ലാം. ജൂണിലൊക്കെ മഴയില്ല, എപ്പോഴെങ്കിലൊക്കെയാണ് മഴ പെയ്യുന്നത്. മഴ പെയ്താൽ പിന്നെ വെള്ളപ്പൊക്കവും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ അവസ്ഥ. പക്ഷെ വല്ലാത്തൊരു ചൂട് കാരണം ആ ചൂടിനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു സ്ഥലങ്ങളിലും ഒരു മരമോ ഒന്നുമില്ല, വെച്ച് പിടിപ്പിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ ആ ചൂട് അങ്ങനെ നിൽക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെയൊക്കെ കുഴപ്പം തന്നെയല്ലേ, വെട്ടിമുറിച്ച് വീടുകളും കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ഒരു തണലിന് പോലും ഒരു മരമില്ല. എൻ്റെ വസ്ത്രം പുറകെ കിടന്ന് ഭയങ്കരമായിട്ട് കൂക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ വസ്ത്രയിൽ സാധനങ്ങൾ കുറവ് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ഇത് നൂലുകെട്ടൊക്കെ ആയിട്ട് ഇനി ഞാൻ പ്രോഡക്റ്റ് എടുത്താൽ എനിക്കൊന്നിനുള്ള സമയം കിട്ടുന്നില്ല. കാരണം ഇതിനെല്ലാത്തിനും നമ്മൾ എന്തിനിറങ്ങി തിരിച്ചാലും നമ്മൾ അതിന് പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അതിന് കംപ്ലീറ്റ് ടൈം നമ്മൾ അതിന് കൊടുത്താലേ നമുക്കതിനൊരു സക്സസ് കിട്ടത്തുള്ളൂ. ഞാൻ ഇന്നലെ വന്നപ്പോൾ ആലോചിച്ചു, ഞാൻ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നറിയോ. അപ്പോൾ യൂട്യൂബിലായാലും വീഡിയോസ് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇടുന്നു, അതിൻ്റെ കൂട്ടത്തെ വസ്ത്രം നോക്കുന്നു. പക്ഷെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആകുമ്പോൾ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അത് 100% അത് നമ്മൾ അത്രത്തോളം ആത്മാർത്ഥത കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാട്ടോ. അതുകൊണ്ട് നമ്മൾ എന്തിനിറങ്ങി തിരിച്ചാലും നമ്മളൊരു 100%, 101% ഡെഡിക്കേഷൻ കൊടുക്കുക. ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഇത് രാത്രി ഏട്ടൻ വന്നപ്പോൾ ഇവള് വേദ അറിയാതെ എടുത്തതാട്ടോ. അച്ഛൻ വന്ന് എന്തായാലും ഇപ്പോൾ മുഖം പൊത്താൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ വീഡിയോ എടുത്തതാണേ. എന്തായാലും വസ്ത്രയിൽ ഓർഡർ ഞാൻ സ്റ്റോക്ക് എടുത്താൽ ഞാൻ ഫുൾ എൻഗേജ്ഡ് ആണ്. എനിക്ക് ഒട്ടും സമയം കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇനി നൂല് കെട്ട് വരെ എന്തായാലും ഞാൻ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഉടനെ സ്റ്റോക്ക് എടുക്കുന്നില്ല. അപ്പോൾ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടെടുത്താൽ നമുക്കതിന് വേണ്ടി ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ പറ്റത്തില്ല. അവിടെ എവിടെയും കൂടെ ആയിട്ട് സത്യം പറഞ്ഞപ്പോൾ ഞാൻ നെട്ടായി തിരുന്നാണ് ഇത് ഇത്രയും ഓർഡേഴ്സും ഞാൻ ക്ലിയർ ചെയ്തത്. അതിൽ ചിലപ്പോൾ ചിലർ ഓർഡർ തന്നിട്ടുണ്ടാവും, ഇത് വേദയുടെ ചിക്കൻ പീസ് അച്ഛന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വേദ കാണിക്കുന്ന ഇതാട്ടോ. ഓക്കെ, അതിൽ ചില ഓർഡേഴ്സ് ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും. വീണ്ടും ഞാനത് ഉണ്ടെന്ന് പറഞ്ഞ് ക്യാഷെല്ലാം വാങ്ങും. എന്നിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഉണ്ടാവില്ല പ്രോഡക്റ്റ്. പിന്നെ ക്യാഷ് റീഫണ്ട് ചെയ്യും. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകൾ നമ്മൾ വീട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടോ നോക്കി ചെക്ക് ചെയ്തൊക്കെ അയക്കാൻ പറ്റും. പക്ഷേ പല സ്ഥലത്തിരുന്നുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ ഇത്രയും മാനേജ് ചെയ്തു. കുറേ ഓർഡേഴ്സ് മൺഡേ അയക്കാനായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ വസ്ത്രം എത്രയും സക്സസ് ആയിട്ട് പോകുന്നു ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എന്നിട്ട് ഞാനങ്ങ് ഡള്ളായി. ഞാൻ എന്നിട്ട് കരുതി എല്ലാവർക്കും ഉണ്ട് ഒരു ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ്. പിന്നെ അല്ലെങ്കിൽ ജുവലറിക്കാട്ടും കൂടുതലുള്ളത് ക്ലോത്തിങ് ബ്രാൻഡാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള സ്ഥിതിക്ക് നമുക്കിതിന് എത്രത്തോളം സക്സസ് ആയിട്ട് പോകുമെന്ന് അറിയത്തില്ല എന്ന് കരുതി ഞാനതങ്ങ് ഡ്രോപ്പ് ചെയ്ത കാര്യമാണ്. പക്ഷേ എന്തോ എനിക്ക് പെട്ടെന്നാണ് എനിക്ക് കുറേ എൻക്വയറീസ് വരാൻ തുടങ്ങി. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടില്ല എങ്കിൽ പോലും ആ സാരി ഉണ്ടോ, ഈ സാരി ഉണ്ടോ, അവൈലബിൾ ആയിട്ടുള്ള ഏതുണ്ട് എന്നൊക്കെ ചോദിച്ച് എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ്സ് ഇല്ല. അപ്പം ഞാൻ കരുതി കുറച്ച് എടുത്ത് വയ്ക്കാം, പോയാലും ഇല്ലെങ്കിൽ എടുത്ത് വയ്ക്കാം. എൻക്വയറീസൊക്കെ വരുമ്പോൾ നമ്മളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഭയങ്കര മോശമല്ലേ. നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ക്ലോത്തിങ്ങിൻ്റെയൊക്കെ തുടങ്ങിയിട്ട് ഒരു സാധനവും ഇല്ല എന്ന് പറയുന്നത് മോശമല്ലേ. അതുകൊണ്ടാണ് കുറച്ച് സാധനം എടുക്കാമെന്ന് പറഞ്ഞ് എടുത്തപ്പോഴേക്കും നല്ല മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല, ഒരാൾക്കൊരു സംഭവം ഉണ്ടെന്ന് കരുതി നമുക്കത് മുന്നോട്ട് പോകൂ എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല. നമ്മളതിൽ എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് സക്സസ് കിട്ടും. അതിന് ഒരാൾക്കുണ്ടോ 100 പേർക്കുണ്ടോ 1000 പേർക്കുണ്ടോ അതൊന്നും നമുക്ക് വിഷയമേ അല്ല. അത് നമ്മളെ നല്ല രീതിയിൽ പോവുകയാണ്. നമ്മൾ നല്ല ഒരു കള്ളത്തരവും കാണിക്കാണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്കതിൽ ഒരു ഇതുണ്ടാവും കേട്ടോ. നിങ്ങളിതുപോലെയൊക്കെ തുടങ്ങാനിരിക്കുകയാണെങ്കിൽ അതിനൊരു 100% ഡെഡിക്കേഷനൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ഇൻസ്പിറേഷൻ പോലെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ പിന്നെ എനിക്ക് യൂട്യൂബ് ഫേസ്ബുക്കും ഒക്കെ ഉണ്ട്, അതുവഴി ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അത് ഞാൻ അഭിമാനത്തോടെ പറയുന്നുണ്ട്. വാങ്ങിയവർ വീണ്ടും എൻ്റെ നിന്ന് വാങ്ങുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മളിൽ അത്രയും വിശ്വാസം അവർ തരുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ നമുക്ക് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി നല്ലതായിട്ട് ആത്മാർത്ഥതയോടെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഓർഡേഴ്സ് എല്ലാം പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതി കിടന്നപ്പോൾ 11 മണിയായി. ഞാനും വേദയും ഏട്ടനും അതെ, ഏട്ടൻ വേറെന്തോ തിരക്കായിട്ടിരിക്കുകയായിരുന്നു. ഞാനും വേദയും കിടന്നപ്പോൾ 11 മണിയായിട്ടോ. എന്തായാലും താങ്ക് യു വേദ എന്നെ സഹായിച്ചതിന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. ഈസ്റ്ററൊക്കെ കഴിഞ്ഞു അടിച്ച് പൊളിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.